കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാം മനം തുറക്കൂ. മനസ്സാകും വയലേലകളിൽ നിന്നും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവരുളുന്ന വചനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ വചനവിചിന്തനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള തിരുവചന വാക്യമാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഒരു മനുഷ്യൻ വർഷങ്ങളായി ഒരു ചെറിയ മുറിയിൽ ജീവിച്ചിരുന്നു. ആ മുറിയുടെ വാതിൽ എപ്പോഴും അടഞ്ഞുകിടന്നു. അവൻ കരുതിയത് എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല, ഞാൻ തടവിലാണ് എന്നായിരുന്നു. ഒരു ദിവസം ഒരാൾ അവനെ സന്ദർശിച്ചു. ഏറെ നേരം സംസാരിച്ച ശേഷം ആ വ്യക്തി വാതിലിന്റെ കൈപ്പിടിയിൽ കൈവച്ചു. വാതിൽ തുറന്നു. അവൻ അത്ഭുതത്തോടെ ചോദിച്ചു, വാതിൽ ഇത്രയും കാലം തുറന്നിരുന്നു? അതെ, സന്ദർശകൻ പറഞ്ഞു. പക്ഷേ നീ ശ്രമിച്ചില്ല. നീ തടവിലാണെന്ന് നീ വിശ്വസിച്ചതുകൊണ്ടാണ് ഇവിടെ തന്നെ കഴിഞ്ഞത്. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. പുറത്ത് ആരും നമ്മെ ബന്ധിച്ചിട്ടില്ല. എന്നാൽ ഭയം, പാപം, കുറ്റബോധം, ക്ഷമിക്കാത്ത മനസ്സ്, മനുഷ്യരെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ എന്നിവ നമ്മെ അകത്തുനിന്ന് ബന്ധിച്ചിരിക്കുന്നു. യേശു ഇന്ന് നമ്മോട് പറയുന്നു, നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചന സന്ദേശം. യേശുവിൽ വിശ്വസിച്ച യഹൂദരോട് അവിടുന്ന് പറയുന്നു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യന്മാർ. വിശ്വാസം എന്നത് യേശുവിനെ ഒരിക്കൽ സ്വീകരിച്ചതിൽ അവസാനിക്കുന്നതല്ല, അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക എന്നതാണ് യഥാർത്ഥ ശിഷ്യത്വം. നമ്മുടെ ജീവിതത്തിൽ പല ബന്ധനങ്ങളുണ്ട്. മറ്റുള്ളവർ എന്തു പറയും എന്ന ഭയം, പഴയ പാപങ്ങളുടെ കുറ്റബോധം, ഒരാളോടുള്ള ക്ഷമിക്കാത്ത മനസ്സ്, പണത്തോടും സ്ഥാനത്തോടുമുള്ള അമിതമായ ആസക്തി, കോപവും അസൂയയും, തെറ്റായ ശീലങ്ങൾ, എനിക്ക് മാറുവാൻ കഴിയില്ല എന്ന ചിന്ത. എന്നാൽ യേശു പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സത്യം വെറും ഒരു ആശയമല്ല, യേശു തന്നെയാണ് സത്യം. യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു. ഭയത്തിന്റെ സ്ഥാനത്ത് ധൈര്യം വരുന്നു. കുറ്റബോധത്തിന്റെ സ്ഥാനത്ത് ക്ഷമയുടെ അനുഭവം വരുന്നു. നിരാശയുടെ സ്ഥാനത്ത് പ്രത്യാശ ജനിക്കുന്നു. ജീവിത സന്ദേശം. ഇന്ന് നമ്മൾ നമ്മോട് തന്നെ 3 ചോദ്യങ്ങൾ ചോദിക്കാം. 1. എന്നെ എന്താണ് ബന്ധിച്ചിരിക്കുന്നത്? പുറമെ ഞാൻ സ്വതന്ത്രനായി തോന്നിയാലും ഉള്ളിൽ എന്തെങ്കിലും എന്നെ ബന്ധിക്കുന്നുണ്ടോ? 2. ഞാൻ യേശുവിന്റെ വചനത്തിൽ നിലനിൽക്കുന്നുണ്ടോ? പ്രശ്നങ്ങൾ വരുമ്പോൾ വചനത്തിലേക്കാണോ ഞാൻ തിരിയുന്നത്, അതോ മനുഷ്യരുടെ വാക്കുകളിലേക്കാണോ? 3. ഞാൻ മറ്റുള്ളവരെ സ്വതന്ത്രരാക്കുന്നുണ്ടോ? എന്റെ വാക്കുകളും പെരുമാറ്റവും മറ്റുള്ളവർക്ക് ആശ്വാസമോ, അതോ അവരുടെ ഹൃദയത്തെ കൂടുതൽ മുറിപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥ സ്വാതന്ത്ര്യം ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നതല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ കഴിയുന്ന അവസ്ഥയാണ്. യേശുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ സ്വതന്ത്രൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്റെ ഹൃദയത്തിലെ എല്ലാ ബന്ധനങ്ങളും നീ തിരിച്ചറിയണമേ. പാപത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, ക്ഷമിക്കാത്ത മനസ്സിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. നിന്റെ വചനത്തിൽ നിലനിൽക്കുവാനും നിന്നിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തുവാനും എന്നെ സഹായിക്കണമേ. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും അനുഭവമാക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.